ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. നമ്മൾ സ്വിറ്റ്സർലൻഡ് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് ജുങ്ഫ്രോയിലേക്കാണ്. ജുങ്ഫ്രോ ആണോ യുങ്ഫ്രോ യോക്ക്? യെസ്, സ്വിറ്റ്സർലൻഡ് നമ്മൾ എപ്പോഴും സെർച്ച് ചെയ്താലും ഏറ്റവും ഹോട്ട് ട്രെൻഡിങ്ങിൽ വരുന്ന ഒരു പ്ലേസാണ് ജുങ്ഫ്രോ, വിച്ച് ഇസ് ദി ഹയസ്റ്റ് പോയിൻറ്റ് ഇൻ യൂറോപ്പ്. ഇറ്റ് ഇസ് ലൈക്ക് 11,333 feet. അങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ്. ആൻഡ് നമ്മൾ ഇപ്പം ഉള്ളത് ഇൻ്റർലേക്കൻ OST റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളൊരു 3-4 ട്രെയിൻസ് എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അത്രയും ടോപ്പിലേക്ക് ഒരു ട്രെയിൻ വരെ ഇട്ടിട്ടുണ്ട്. സ്വിസ് ട്രെയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് വേൾഡ് ബെസ്റ്റ് എന്നാണ് കേൾക്കുന്നത്. ആൻഡ് ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ടോപ്പ് നമ്മുടെ ഇന്ത്യ റെയിൽവേസിനാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് ഇൻ്റർലേക്കൻ OST ടു നമ്മളിവിടെ ലോട്ടർബണൻ, അവിടുന്ന് ക്ലൈൻഷെഡിക്ക് നമ്മൾ ഐഗർ ഗ്ലേഷ്യർ ഉണ്ട്. ഐഗർ ഗ്ലേഷ്യർ നമ്മൾ ട്രഡീഷണൽ യൂങ്ഫ്രോ എക്സ്പ്രസ് പിടിച്ച് നമ്മൾ യൂങ്ഫ്രോയിലേക്ക് പോകുന്നു. യെസ്, നമുക്ക് ആക്ച്വലി 3 റൂട്ട്സ് ഉണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ടാണ് നിങ്ങൾ ജോയിൻ പറഞ്ഞത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ വി ആർ ടേക്കിംഗ് കേബിൾ കാർ എടുത്തിട്ടാണ് നമ്മൾ അല്ലേ? സോ അങ്ങനെയാണ് പ്ലാൻ. ആൻഡ് വിച്ച് ഓൾ കറക്റ്റ്. 3 റൂട്ട്സ് ഉണ്ട് ഇവിടെ നിന്ന് പോകുന്നതിന്. സോ യെസ്, നമ്മുടെ ടീംസ് എല്ലാവരും ഇപ്പം നമ്മൾ ആക്ച്വലി കുറച്ച് ലേറ്റാണ്. നമ്മൾ കുറച്ചൊരു നേരത്തെ വരണ്ടായിരുന്നു. ലെറ്റ്സ് ഗോ. എല്ലാവരും അവിടെ ഒരു കഫേയിൽ നിന്ന് ചായ കുടിക്കണതാണ്. ഇന്ത്യൻ കഫേ. ആൻഡ് അടിപൊളിയാണ്. സ്വിറ്റ്സർലൻഡ് ഇസ് ലൈക്ക് അടിപൊളി. ഞാൻ ഇവരുടെ അടുത്ത് പറയായിരുന്നു, നമ്മുടെ ലൈക്ക് പെൽഗാം, കാശ്മീരിൻ്റെ ഒക്കെ ഒരു 5 times ബെറ്റർ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ലെറ്റ്സ് എക്സ്പ്ലോർ. യുങ്ഫ്രോ പോകുമ്പോൾ എന്താ നമുക്ക് നോക്കാം അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ്. ഒരു ഇന്ത്യൻ കഫേ ആണ് കേട്ടോ. നമ്മളൊന്ന് ചായ കുടിച്ചാണ്. നെക്സ്റ്റ് ട്രെയിൻ നമ്മുടെ 12:30-ക്കാണ്. വിൽ ടേക്ക് ദാറ്റ്. സോ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് നമ്മളിപ്പം സെറ്റായി. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ട്രെയിൻ എടുക്കുന്നത് ലോട്ടർബണിലേക്കാണ്. നമ്മുടെ ഇവിടുത്തെ ട്രെയിൻ. നമ്മൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞ് നെക്സ്റ്റ് ട്രെയിൻ എടുക്കും. നമ്മൾ ഏകദേശം 4 ട്രെയിൻ മാറിക്കഴിഞ്ഞിട്ടാണ് ജുങ്ഫ്രോ ടോപ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ഇവിടെ ട്രെയിൻ ഇൻ്റർലേക്കൻ OST നമ്മൾ എടുത്തിട്ടില്ല. ഇറ്റ് ഈസ് ഇൻ ട്രാക്ക്. അതെ, നീ എന്താണ് കഴിക്കണം? ചോക്ലേറ്റ്. എനിക്കെന്താ? നെക്സ്റ്റ് ട്രെയിൻ ക്ലൈൻഷെഡിലേക്കാണ്. ഏത് സ്റ്റേഷനല്ല, ഏത് പ്ലാറ്റ്ഫോം? ട്രെയിൻ വന്ന് മോനെ കളർഫുൾ ട്രെയിനാണല്ലോ. ലൂട്ടർബണിൽ ട്രെയിന് വിട്ടു. ആൻഡ് ട്രെയിൻ വിട്ട ഉടനെ തന്നെ അവിടെ അവരിയ്ക്കണുണ്ടോ? കാജോളും ഷാറുഖ് ഖാനും വരാതിരിക്കണം. Something deep within, something new lets me emerge from my cocoon. സ്വിറ്റ്സർലാൻഡിലെ പശുക്കൾ നിങ്ങൾ മെയിന്ന് കണ്ടിട്ടുണ്ടോ? ഒരു സ്റ്റേഷനാണ്. വിച്ച് ഇസ് അറ്റ് 4,852 meters. ഓ പൊളി. യെസ്, ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു ലോക്കൽ സ്റ്റേഷനാണ് ഇവിടുത്തെ. ഇവിടെ നിങ്ങൾ ഓൺ ദ റിക്വസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഇവിടെ അനൗൺസ്മെൻറ്റ് പോയത്. ആൻഡ് ഈ സ്റ്റേഷൻ ഏകദേശം 4,852 meters എബോവ് ആണ്. ആൻഡ് സീ ദ വ്യൂ ഗൈസ്. ദേ അവിടെ പശു അവിടെ മേയാൻ നിൽക്കുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡിലെ പശു കിട്ടില്ല പശുക്കളാണ്. Kleinschedick, and from here we are going to Eiger Glacier. And look at this view guys. ഇവിടെ നിന്നുള്ള വ്യൂ കാണണ്ടേ? വെറുതെ അടിപൊളി.
നോക്കി ട്രെയിനൊക്കെ വെറുതെ പൊള്ളി, പച്ച മഞ്ഞ എല്ലാ കളേഴ്സും ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ വി ആർ സ്റ്റിൽ വെയിറ്റിംഗ് അറ്റ് ക്ലൈൻഷഡിക്. എനിക്ക് തോന്നുന്നു ദി ട്രെയിൻ വിൽ കം ഇൻ 10 to 15 minutes. ഇത് നമ്മൾ ഇങ്ങനെ ഈ ലൈൻ ഉണ്ടോ, ഈ ലൈൻ നമ്മളങ്ങനെ കയറി ഇതേ ആ ട്രാക്ക് ഉണ്ടോ, അങ്ങനെ കയറി നമ്മൾ ആ മലമൂട്ടിൽ പോകും. മലമൂട്ടല്ല, മലമുകളിൽ. ഇവിടെ ആൾക്കാർ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട്. കൈസ് എനിക്കതല്ല, ഈ സ്റ്റേഷനിലുള്ള വ്യൂ ആണ് ആ കാണുന്നത്. ഓഫ്, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. സോ എനിക്ക് തോന്നുന്നു ജുങ്ഫ്രോ നല്ല വെതറാണെന്ന്. അപ്പം ഇപ്പോൾ വരുമ്പം നിങ്ങൾ വെതർ നോക്കി വരാം, കാരണം ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ജുങ്ഫ്രോ ടിക്കറ്റ് നമുക്ക്, ഇഫ് ഐ എം കറക്റ്റ്, ഇറ്റ് ഈസ് ലൈക്ക് ഒരാൾക്ക് വന്നേക്കുന്നത് ഇറ്റ് ഈസ് ലൈക്ക് 275 CHF, ഇഫ് ഐ എം കറക്റ്റ്. അപ്പം അത്രയും കൊടുത്ത് വരുമ്പോൾ നമുക്ക് വെതർ നല്ല ആയില്ലെങ്കിൽ അവസാനം അവിടെ ഒന്നും കാണാൻ പറ്റില്ലെങ്കിൽ അവിടെ തലമ്പാവും. സോ ഡു ചെക്ക് ഔട്ട് വെതർ. നമ്മൾ ആക്ച്വലി ഇന്നലെ ഇറങ്ങായിരുന്നു വെതർ ക്ലിയർ അല്ല നമ്മൾ കേട്ടു. നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ലേയിലേക്ക് ട്രെയിൻ ഇട്ട് എങ്ങനെ ഉണ്ടാവും ആ സെറ്റപ്പാണ് ഇവിടെ. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് 11,000 feet, 11,333 ഫീറ്റാണ് ഈ ജുങ്ഫ്രോ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ടോപ്പ് ഓഫ് യൂറോപ്പ്. പക്ഷേ വേൾഡ്സ് ഹയസ്റ്റ് ടോപ്പ് മോട്ടറബിൾ പാസ് നമുക്ക് അവിടെ ഉണ്ട്. ഉമ്മിങ്ങില പോയ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ. സോ ഗൈസ്, ഇതാ നമ്മുടെ ട്രെയിൻ വരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത ട്രെയിനിൽ കയറി. അങ്ങനെ ഈ ട്രെയിൻ കാണാൻ കുറച്ചുകൂടി റിച്ച് ലുക്കാണ്. ഇതിൽ തന്നെയാണ് ചൂടെടുക്കും. ഇതാണ് നമ്മുടെ മെയിൻ ജുങ്ഫ്രോ. പൊളി വ്യൂ, രക്ഷയില്ലാട്ടോ. Do they pay attention carefully? Gletscher, hier haben Sie die Möglichkeit, mit der Gondelbahn nach Grindelwald zu fahren. Wir fahren in einigen Minuten weiter. So. അപ്പോൾ ഗൈസ്, നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഐഗർ ഗ്ലേഷ്യറിൽ എത്തിയിട്ടുണ്ട്. ഈ ഐഗർ ഗ്ലേഷ്യറിൽ നിന്ന് നമ്മൾ മാറിക്കയറേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞ ഐഗർ ഗ്ലേഷ്യറിൽ നമ്മൾ മാറിക്കയറണം എന്നാണ്, അത് വേണ്ട ആവശ്യമില്ല. നമ്മൾ ഐഗർ ഗ്ലേഷ്യറിൽ നമ്മൾ ജുങ്ഫ്രോയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ പോകും. നമ്മൾ തിരിച്ചു വരുമ്പം ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ കേബിൾ കാർ എടുത്തിട്ടാണ് ഗ്രിൻഡൽവാളിലേക്ക് പോകുന്നത്. എങ്ങനെയുണ്ട് റൈഡ്? ഞങ്ങൾ ചിറ്റ്ലീസിലും പോയിട്ടുണ്ട് ഇതുപോലെ, പക്ഷെ അത് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് വേറെ എക്സ്പീരിയൻസ്. ഇത് ഈ ട്രെയിൻ ജേർണിയാണ് ഭയങ്കര അടിപൊളി. ഏകദേശം ഒരു 3.7 കിലോമീറ്റേഴ്സ് ടണലാണ്. ടണലിനുള്ളിൽ കൂടെയാണ് അവർ ഈ 11,000 ഫീറ്റിലേക്ക് നമ്മൾ ഈ ട്രെയിൻ ഓടിക്കുന്നത്. നമ്മൾ ജുങ്ഫ്രോ എത്തുന്നതിന് മുമ്പ് ഐസമേർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയേക്കാണ്. ഇവിടെ 5 minutes ഉണ്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഫോട്ടോയും അത്യാവശ്യം ഇപ്പം വാഷ്റൂം യൂസ് ഒക്കെ യൂസ് ചെയ്യാം. ഇല്ല, 5 minutes. ഓ മൈ ഗോഡ്, ഇത് പൊളി, ഒരു രക്ഷയില്ലാട്ട്. ഇവർ ഈ ഒരു 3 കിലോമീറ്റർ ടണൽ പണിതിട്ട് സ്വിസ് റെയിൽവേ എഞ്ചിനീയറിങ്. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എൻ്റെ മോനെ, അടിപൊളി. നോക്കി നമ്മുടെ ഈ മല ഇങ്ങോട്ട് തുറന്നുണ്ടാക്കിയ അതേ ഇവിടെ ജുങ്ഫ്രോ സെഞ്ചുറി. After 2 years breakdown, building work was restarted. Completed 1912. It was stationed on 1912 August. നമ്മുടെ 5 minutes നമ്മൾ ഇവിടുന്ന് ട്രെയിൻ മൂവ് ചെയ്യാം ഗൈസ്. Jungfrau, top of Europe. Guys, welcome to Great Having you with us. പുള്ളിയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത് ഇവിടെ. ചോക്കോട്ട് ബ്രെഡ് ജുങ്ഫ്രോ ക്രിയേറ്റഡ് ഡു ചാമ്പൻ ബിഫാൾ. ആഹാ, ഇവിടെ വരുമ്പോൾ ഒരു കോഫിയുടെ മണമോ. Oh my god. നമ്മൾ പോയി സ്റ്റാമ്പ് ചെയ്യണം കേട്ടോ എല്ലാവരും. ഇവിടെ സ്റ്റാമ്പ് ചെയ്യാനുള്ള തിരക്കാണ്. എല്ലാവരും അറിഞ്ഞും പറഞ്ഞ സ്റ്റാമ്പിൽ നമ്മൾ ഇത് ചെയ്യുവാണ്. ഇവിടെ ചിലവർ അവിടെ ശരിക്കുള്ള പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാൻ പോയി, ഇവിടെയാണ് നമ്മൾ സ്റ്റാമ്പ് ചെയ്യേണ്ടത്. പൊളി. യെസ് ഗൈസ്, അങ്ങനെ ടോപ്പ് ഓഫ് യൂറോപ്പിൽ നമ്മൾ എത്തിക്കുന്ന സ്റ്റാമ്പ് 48,000. ലഞ്ച് കഴിക്കാൻ പോകണ നോക്കി സ്പോട്ട് ഇവിടെ നിന്ന്, ഈ വ്യൂ നിന്ന് നമ്മൾ ഇവിടെ നിന്നാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. ലഞ്ച് എങ്ങനെയുണ്ട് സ്ഥലം ഗൈസ്? അങ്ങനെ 11,333 ഫീറ്റിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ ബീഫ് ചോറി പരിപ്പ്
വേറെ എന്ത് വേണം ഗൈസ്? ചമ്മന്തിപ്പൊടി. യെസ്, പൊളി പൊളി, അടിപൊളിയാണ് മാർത്ത. ജുങ്ഫ്രോ, ടോപ്പ് ഓഫ് യൂറോപ്പ്. പക്ഷേ ആക്ച്വലി ഗൈസ് ഇത് ടോപ്പ് ഓഫ് യൂറോപ്പ് അല്ല. ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് മൗണ്ട് എൽബ്രസ് ആണ്, വിച്ച് ഇസ് ബീൻ സിറ്റുവേറ്റഡ് ഷെയർഡ് വിത്ത് റഷ്യ. അതിൻ്റെ ഹൈറ്റ് വരുന്നത് ഇറ്റ്സ് 5642 മീറ്റേഴ്സ്, ഏകദേശം 18,500 ഫീറ്റ് വരും. പിന്നെ ജുങ്ഫ്രോനെ ടോപ്പ് ഓഫ് യൂറോപ്പ് എന്ന് പറയാൻ കാരണം വിച്ച് ഈസ് ദി മോസ്റ്റ് ഹയസ്റ്റ് റെയിൽവേ സിറ്റുവേറ്റഡ് ഇൻ യൂറോപ്പ്. അത് ഏകദേശം 11,300 ഫീറ്റിലാണ് ഈ ജുങ്ഫ്രോ ഇരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഏറ്റവും ടോപ്പിൽ ഏറ്റവും ഹയസ്റ്റ് റെയിൽവേ ആണ് ഇവിടെ നമുക്കുള്ളത്. അഡോൾഫ് ഗായോ സില്ലർ എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഫസ്റ്റ് ഐഡിയ ഓഫ് ഈ ടണൽ കൊണ്ടുവരുന്നത്, വിച്ച് ഈസ് 1893. അങ്ങനെ അവരുടെ പ്രൊജക്ട് പ്ലാൻ അപ്രൂവലായി ആൻഡ് ദി കൺസ്ട്രക്ഷൻ സ്റ്റാർട്ടഡ് ഓൺ July 27, 1896, which took ഏകദേശം 16 years to complete this project. കൺസ്ട്രക്ഷൻ്റെ ഇടയിൽ there was so many obstructions happens, വെതർ കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്, ഡെത്ത് കുറേ പേര് ഇതിൽ മരിച്ചിട്ടുണ്ട്. ആൻഡ് ദ വേസ്റ്റ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് ഹാപ്പൻഡ് ഇൻ 1908. ഏകദേശം 30 tons ഓഫ് ഡൈനമൈറ്റ് ആണ് ആക്സിഡൻറ്റിൽ എക്സ്പ്ലോർഡ് ആയത്. ആൻഡ് ഓഫ് കോഴ്സ് ഈ ജുങ്ഫ്രോ എന്ന് പറയുന്നത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളതാണ്. പിന്നെ നിങ്ങൾ ആ മുകളിൽ കാണുന്നൊരു ഗ്ലോബ് കണ്ടോ, വിച്ച് ഇസ് എൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി. അതിന് ഇവരിവിടെ പറയുന്നത് സ്പിൻ ഒബ്സർവേറ്ററി എന്നാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ജുങ്ഫ്രോ വെദർ ഇറ്റ്സ് വർത്ത് വിസിറ്റിംഗ്. ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് വർത്ത് വിസിറ്റിംഗ്. പക്ഷേ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചത് ഈ ജുങ്ഫ്രോയിലേക്ക് വരുന്ന ഒരു ജേണിയാണ്. നിങ്ങൾ നേരത്തെ കണ്ട ട്രെയിൻ ജേണി, ദാറ്റ് ഈസ് ജസ്റ്റ് ഓസം. ആൻഡ് ഇവിടെ നിന്ന് പിന്നെ നമ്മൾ ഗ്രിൻഡൽവാളിലേക്ക് പോകുന്ന ആ ഒരു കേബിൾ കാറും അതും വെറുതെ സൂപ്പർബായിരുന്നു. സോ എന്നെ കൂടുതലും ആ ഒരു ട്രെയിൻ ജേണിയാണ് ഇവിടെ എന്നെ അട്രാക്റ്റ് ചെയ്തത്. പിന്നെ ജുങ്ഫ്രോ എത്തിയിട്ട് ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഒരു ആക്ടിവിറ്റീസ് ചെയ്യാം. സ്നോയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഐസ് പാലസ് ഉണ്ട്, പിന്നെ അവിടെ കുറച്ച് കേവ്സ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഓഫ് കോഴ്സ് യു ക്യാൻ കം അറ്റ് ദിസ് 11,000 ഫീറ്റ്. അതാണ് മെയിൻലി ജുങ്ഫ്രോയിലുള്ളത്. പിന്നെ സ്വിറ്റ്സർലൻഡിലെ ദി മോസ്റ്റ് എക്സ്പെൻസീവ് ആക്ടിവിറ്റിയാണ് ഈ ജുങ്ഫ്രോ എന്ന് പറയുന്നത്. ഏകദേശം 250 CHF ആണ് നമുക്ക് ഒരാൾക്കായത്. അത് ഏകദേശം നമ്മുടെ INR ഏകദേശം 26K വരും. സോ അതെന്ന് പറയുന്നത് അപ്പ് ആൻഡ് ഡൗൺ നിങ്ങൾ ഇങ്ങോട്ടുള്ള ജേർണി പ്ലസ് അവിടുത്തെ ആക്ടിവിറ്റി എല്ലാം കൂടിയാണ് ഈ ഒരു ടിക്കറ്റ് റേറ്റ്സ് വരുന്നത്. അപ്പം ഇവിടെയുള്ള മോസ്റ്റ്ലി ദി മൗണ്ട് തിത്ലിസ്, സ്റ്റാൻസോൺ, ഗ്രിൻവാൾഡ്, ഫീസ് മൗണ്ടൻ, ബെർണിന എക്സ്പ്രസ്, ഇതൊന്നും നമ്മൾ ആക്ച്വലി പോയില്ല. ആക്ച്വലി ഫീസ് മൗണ്ടൻ പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നമ്മൾ ഇവിടെ വരുന്നതുകൊണ്ട് അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തു. സോ ഇറ്റ്സ് അപ് ടു യു, യു ക്യാൻ കം ആൻഡ് വിസിറ്റ് ചെയ്യുക. സോ ഇങ്ങോട്ട് വരുന്നത് ആക്ച്വലി 3 റൂട്ടാണുള്ളത്. അതിൽ ഒരു റൂട്ടാണ് ഇപ്പം നമ്മൾ വന്നത്, അത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. ബാക്കി 2 റൂട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ആൻഡ് ഓൾസോ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വെതർ ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഡേ നമ്മൾ വരാൻ നോക്കിയപ്പോൾ വെതർ വാസ് വേസ്റ്റ്. സോ നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദ വെതർ ആൻഡ് എൻജോയ് ദ പ്ലേസ്. ഫോഗായി ഗൈസ്, പണിപ്പാളി ഗൈസ്, ഫുള്ള് ഫോഗ്. നമുക്ക് ഭാഗ്യമില്ല, ബട്ട് ദാറ്റ് ഈസ് ഫൈൻ. അതങ്ങനെയാണ് വെതർ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ആ സൈഡ് കുറച്ച് കാണാം. ആ സൈഡൊന്നും നമുക്ക് ആ സൈഡ് എന്താണ്ടൊക്കെ കാണാം. ആൾക്കാർ നടക്കുന്നുണ്ട് അവിടെ. ആ അങ്ങോട്ട് പോവാലോ. ചെയ്യുവല്ലേ എനിക്കതൊക്കെ ഇതൊക്കെ അതങ്ങനെയാണല്ലോ, വെതർ അങ്ങനെയാണ്. നമ്മുടെ സ്റ്റിക്കറോട് നിങ്ങൾ ഒട്ടിയ സ്റ്റിക്കർ ബൂത്തുണ്ട്, എല്ലാവരും ഒട്ടിച്ചിട്ടുണ്ട്. കോട, ഫുൾ കോട. ഈ ഭാഗത്തിൽ തണുപ്പില്ല കേട്ടോ, ഇവിടെ വലിയ തണുപ്പില്ല ആക്ച്വലി സ്പീക്കിംഗ്. പക്ഷെ കാറ്റ് വന്ന സീന ഷോക്കായി മൊത്തത്തിൽ. മാറിയപ്പോ നമുക്കുള്ള അവിടെ കിളിയൊക്കെ താഴത്ത്
എങ്ങനെ നമ്മള് കിളിയൊക്കെ തന്നെ ഇത്ര ആയിട്ടുള്ള കിളിയാ? റേവണാ? എന്തോ അത്? അയ്യോ കിളി പറക്കണ്. അമ്പോ അവര് റെഡിട്ട് വന്നേക്കണ്. അപ്പൊ അവിടെയാണോ മറ്റേ സീഡൊക്കെ സേവ് ചെയ്തേക്കണം? ഏറ്റവും ഹയസ്റ്റ് റിസർച്ച് സെന്റർ ആണ്. ജോങ്ഫ്രോ ആണ് ഏറ്റവും മുകളിൽ. ഇത് ജോങ്ഫ്രോ യോർക്ക്. അങ്ങനെ മനസ്സ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. ഇത് ആക്ച്വലി മൗണ്ടൻ അവർ ഇങ്ങനെ തുറന്ന് ചെയ്തേക്കണ ഒരു ഇതാണ്. അവിടെ ഒരു ഇലിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ ഒരു ജുങ്ഫ്രോൻ്റെ ഒരു ഗ്ലോബ് മോഡലാണ് അവർ ചെയ്തേക്കണത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനത്. ഓക്കെ, അതിൽ ചെറിയ കുട്ടി കുട്ടി ട്രെയിനൊക്കെ ഓടുന്നുണ്ട്. ഒരു അടിപൊളി സംഭവമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മറ്റേ അഡോൾഫ് ഗായറിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ പുള്ളിയുടെ ആ ഒരു സ്റ്റാച്ചു മുകളിലുണ്ടാക്കിയിട്ടുണ്ട്. അത് ആക്ച്വലി മിഞ്ചോ ആണ്. അങ്ങനെ അതും കണ്ട് നമ്മൾ നടക്കുമ്പം അന്ന് പണിയാൻ ഉപയോഗിച്ച ടൂൾസും കാര്യങ്ങളൊക്കെ അവിടെ അവർ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മരിച്ച ആളുടെ പേരുകൾ അവിടെ അവർ വെച്ചിട്ടുണ്ട്. അത് കണ്ടതിന് നമ്മൾ നേരെ എത്തുന്നത് ഒരു ഐസ് പാലസിലേക്കാണ്. ഇവിടെ ഐസ് വെച്ചൊരു വലിയ ഒരു കേവ് തന്നെയാണ് ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ സ്റ്റിൽ ആ മൗണ്ടൻ്റെ ഉള്ളിലാണ് നമ്മൾ ആലോചിക്കണം. ഇത് ഒരു മിനിമൽ ടെമ്പറേച്ചറിൽ അവർ ഇത് കീപ്പ് ചെയ്തേക്കാണ്. അങ്ങനെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഓരോരോ കുട്ടി കുട്ടി കുറേ സാധനങ്ങൾ അവർ ഐസിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് റീസൺ, ഡ്യൂ ടു സ്ട്രോങ് വിൻഡ്. എനിക്കത് വെറുതെ അറിയില്ല, മേ ബി. നമ്മൾ ജുങ്ഫ്രോ ഏകദേശം ഇറ്റ്സ് ഡൺ. ആൻഡ് ഇവിടെ ഇവർ എന്തോ സൂവനിയറൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞ ഷോപ്പിൽ നിൽക്കുവാണ്. ടോപ്പ് ഓഫ് ടോപ്പ് ഓഫ് യൂറോപ്പ് ഷോപ്പ്. ഇവിടെ വാച്ചസ് ഒക്കെയാണ് വാങ്ങി. സോ ഗൈസ്, നമ്മൾ റിട്ടേൺ ഇനി പോകുന്നത് നമ്മൾ ജുങ്ഫ്രോ ട്രാഫിക് നമ്മൾ അയർ ഗ്ലേഷ്യർ നമുക്ക് ഗിൻഡാമാൾ ടെർമിനൽ വരെ കേബിൾ കാർ ആയിരിക്കും. ആൻഡ് ഫ്രം ദെയർ വിൽ ഗോ ടു ഇന്റർലേക്ക്. ഗൈസ്, നമ്മളവിടെ അവിടെ നമ്മുടെ ടിക്കറ്റ് ചെക്കർ നമുക്ക് ലിൻഡൻ്റെ ചോക്ലേറ്റ് തന്നു. ഗൈസ്, സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇനി ഗ്രിൻഡൽവാളിലേക്ക് നമ്മൾ കേബിൾ കാർ എടുത്ത് പോകുന്നു. ഗൈസ്, കണ്ടിട്ട് ഫുൾ കോടയാന്ന് തോന്നുന്നു. അതും പണി പാളി വെച്ചു. പണി പാളിയോ? ഇല്ല, പറയൂ. ഗൈസ്, നമ്മൾ അങ്ങനെ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഫുൾ കോട. എങ്ങനെയുണ്ട് ഗൈസ് എക്സ്പീരിയൻസ്? സോ ഗൈസ്, അങ്ങനെ നമ്മൾ ബ്യൂട്ടി ആസ്വദിച്ച് കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ ഗൈസ്, എങ്ങനെയുണ്ട്? പൊളി. ഇവർ പറയണേ മൗണ്ട് ഇത്ലിസ് ഏകദേശം സെയിം ആണെന്ന് പറയണ, അതോ ഇതാണോ വർത്ത്? ഏതാ വർത്ത്? ഓക്കെ. സോ നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരുമ്പോൾ നേരത്തെ വരിക. സ്പെക്ടാക്കുലർ. ഇവിടെ ഒരു എല്ലയിലുള്ള ഒരാൾ വന്നിട്ടുണ്ട്. കത്തി വെക്കാം. യെസ് ഫ്രണ്ട്, നമ്മളങ്ങനെ എത്തി. ഇവിടെ നിർത്തത്തില്ല, നമ്മൾ ചാടി ഇറങ്ങും. ബൈ. ഒന്നുമില്ലല്ലോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഹൗ വാസ് ജോങ്ഫ്രോ? നമ്മളന്ന് കേബിൾ കാർ, ഇനി ഗ്രിൻഡൽവാൾഡ്. സോ ഗൈസ്, യെസ്, നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഇവിടെ ഗ്രിൻഡൽവാൾഡ് സ്റ്റേഷനിലാണ്. ആൻഡ് നമ്മൾ ഇവിടുന്ന് ഇൻ്റർലേക്കൻ OST ലേക്ക് പോകും.
സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ അതായിരുന്നു ഇന്നത്തെ പരിപാടി. ജൂങ്ഫ്രോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീഡിയോ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇവിടെ നേരത്തെ എത്താൻ നോക്കുക. ലൈക്ക് ബൈ ഒരു 10-11 ഇവിടെ എത്തിയാൽ അത്രയും ഉണ്ട്. ലൈക്ക് അത്രയുണ്ട് മീൻസ് ഒരു 3 hours-ലൊക്കെ 3-4 hours മതി ഇവിടെ മൊത്തം ഇത് ചെയ്യാൻ. പക്ഷെ നമുക്ക് ചില്ലായിട്ട് എല്ലാം ചെയ്യണമെങ്കിൽ അത്രയും സമയം വേണം. സോ പ്ലീസ് ടു കം ഏർലിയർ. ഇതിനെല്ലാം ചേർത്താണ് അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിന് ചേർത്തിട്ടാണ് ഈ ഒരു 275 CHF അങ്ങനെ. സോ അത്രയ്ക്കുള്ള ഗൈസ് വീഡിയോ. ഇനി നമ്മൾ ഇന്റർലാക്കനിൽ പോകുന്നു. അവിടെ നിന്ന് നമ്മൾ പറ്റുവാണെങ്കിൽ ഫോണ്ടേ ട്രൈ ചെയ്യണം. സ്വിറ്റ്സർലൻഡ് ക്യൂസിൻ ഫോണ്ടേ ആൻഡ് പോർക്ക് ഡിഷാണ് ഇവിടെ മെയിൻലി ഇവരുടെ ക്യൂസിൻ എന്ന് പറയുന്നത്. ബാക്കി സാധാരണ കുരക്കറും റാപ്പ് അതൊക്കെ തന്നെ ഉള്ളു. സോ ദിസ് ഈസ് കിമിജ് ആൻഡ് എൻ്റെ ടീം. ഇവിടെ എല്ലാവരും ഉണ്ട്. എല്ലാവരും വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. അപ്പം അടുത്ത വീഡിയോ കാണാം ഗൈസ്. ടിൽ ദെൻ